ബ്രാവോ അല്ലാണ്ട് ബ്രാവോ ഗെയിമിംഗ് ആണല്ലോ പറഞ്ഞല്ലേ. ബ്രാവോ ഗെയിമിംഗ്. ബ്രാവോ യാ ബ്രോ. കളി കഴിഞ്ഞാ പറഞ്ഞത്. കളി കഴിഞ്ഞോ? നീ അടിച്ചോയാ? ഓ അടിച്ചു പോയോ? വി ഡിറ്റക്ട് ആൻ അൺസ്റ്റേബിൾ. ഇല്ല യുവർ കണക്ഷൻ ഈസ് സ്റ്റേബിലൈസ്ഡ്. വന്നു ഗൈസ്. ചെറുതായിട്ടൊന്ന് ബ്ലിങ്ക് ആവുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ കാറ്റടിക്കുന്ന ഇതൊക്കെ കൊണ്ട് കാണിക്കാം. കേരള റോൾ എനിക്കോ? ആ അതിനകത്താണോ? ഗൈസ് അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ ടർഫ്. വെൽക്കം. വന്നു. ആ ഓക്കെ ഓൾ ഗുഡ്. ഇത് എടാ എന്റെ നെറ്റ് പോയോ? ഹലോ. ആ ഇല്ല. ലെറ്റ്സ് ഗോ. നീലന്റെ ലൈവ് കണ്ട ഒരു POV കാണാൻ പറ്റുള്ളൂടാ. ചില്ലാവ് നമുക്ക് ഫുള്ള് കാണാലോ. നീലന്റെ ലൈവ് കണ്ട POV മാത്രമായി പോടാ. വെയിറ്റ്, നമുക്ക് മൊത്തം കാണണ്ടേ? നമുക്ക് മൊത്തം ടർഫ് കാണണം. നീലൻ ഫേസ് ക്യാം ഇട്ടിട്ടാ. എന്താണ് കോച്ച്? ഫേസ് ക്യാം ഇട്ടിട്ടാ നീലന്റെ POV നോക്കണം. ഓ ഫേസ് ക്യാമിൽ ചരിഞ്ഞ് കളിക്കുന്നത്. കീബോർഡ് പിടിച്ചേക്കുന്നുണ്ടാ പ്രാന്തൻ. ഇങ്ങനെ കീബോർഡ് പിടിച്ചേക്കുന്നത്. ഓ എന്റെ ഫേസ് ക്യാം ഇരിക്കുന്നുണ്ട് കാണത്തില്ലല്ലേ? കണ്ട കെട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്താ ലോഡിങ് ഇഷ്യൂ വരുന്നേ? ഇവരെന്താ അപ്പാപ്പനെയൊക്കെ ഇടിച്ച് കേറ്റാണ്. ടർഫ് സ്റ്റാർട്ടായോ? വീണ്ടും ടർഫ് സ്റ്റാർട്ട് ആയാലും 10 മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലു. ഞാൻ ഇന്നാളെ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞു സ്റ്റാർട്ടായിരുന്നു. ഓജി എല്ലാരും ഡാമേജ് ആയ വണ്ടികൾ റിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ടർഫ് കാണുന്നത് അഡ്മിൻ POVയിലല്ലേ. ചില്ലാവോ, പെട്ടെന്ന് എന്തിനാ മാറ്റണേ? ചില്ലാവ്, നമുക്ക് എല്ലാം കാണണം. ഇങ്ങനെ ഒരാളുടെ POV നോക്കിയാൽ നമ്മുടെ ടീം കാണിക്കുന്ന മിസ്റ്റേക്സോ അതൊന്നും മനസ്സിലാവത്തില്ല ഗൈസ്. എല്ലാരും കളിക്കുന്നത് കാണണ്ടേ? പക്ഷെ പീക്ക് ടൈം അതുകൊണ്ട് ക്യാഷ് കേറാൻ പ്രശ്നം വരത്തില്ല. ഡൗൺലോഡിംഗ് ഇഷ്യൂ ഇല്ലല്ലോ. അപ്പാപ്പം പെറ്റിക്കോട്ടിരുന്ന ദിവസമല്ല എന്തെങ്കിലും പൊസക്കി വെച്ചിരിക്കുന്ന സൈഡില് അല്ല. ഇതിനിപ്പോ ഇങ്ങനെ ചെയ്താലും ഉണ്ടല്ലോ, നമ്മുടെ 3 പേരും അവരുടെ 3 പേരും ഇല്ല ടർഫില്. ബാക്കി 9 പേരും വെച്ച് ഇപ്പൊ വണ്ടി ഇടിച്ച് ചാവുമല്ലോ. ഇറ്റാച്ചിക്ക് നീലൻ എവിടെ പോണം കേട്ടോ? എവിടെയോ പോണം കേട്ടാ. ഓജി വാറുണ്ട് ഇപ്പൊ ചാവും. എന്റെ അറിയാ ശ്രദ്ധിക്കുന്നില്ലേ? പൊസക്കി. ഹലോ എടാ ഓജി സാൽ എടോ അമ്പു ആ ചത്തിരുന്നെങ്കിൽ ചരിത്രം ചരിത്രം. എടാ അവന്മാർ എങ്ങനെ രക്ഷപ്പെട്ടെ? എവിടെയാ അവന്മാര്? വാറണി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഹെൽത്ത് പോയാൽ ഇവന്മാർ അറിഞ്ഞിട്ടേ ഇല്ല. വെടിവെച്ചല്ലോ വന്നേ. ഇതെന്തോ ഇത് 10 HP? ഇവരെന്താ ഹീലിയാത്ത? ഇവരറിഞ്ഞില്ലേ? ലൈഫ് പോയാലും അറിഞ്ഞിട്ടില്ല കേട്ടാ. FRP അല്ലല്ല, FRP ഒന്നും അല്ല. എടാ ജസ്റ്റ് മിസ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് പുതിയൊരു സാധനം കണ്ടേനെ.
വണ്ടിക്കകത്തിരുന്ന് ചാവുന്ന ഒരു സിനാരിയോ നമുക്ക് മിസ്സായി പോയി. സത്യല്ലേ POV ബഗ് ആണോ? അല്ലല്ലോ POV ബഗ് അല്ലടാ. അമ്മ ഓൾറെഡി അമ്മ ലൈഫ് അടിച്ചു കണ്ട. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞോ? ഇല്ല ഇതിന് ശേഷം വാസോണ്ണ ഞാനേ വണ്ടി അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മാറ്റിയിട്ട് അവരുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് കയറിയിട്ടുണ്ട്. അവരുടെ 2 വണ്ടികൾ ഇവിടെ ഉണ്ട്. നമ്മൾ ബാക്കി നോക്കുകയാണെന്ന്. അപ്പൊ ഇനി എല്ലാരും ഓർത്തിരുന്നോ, വണ്ടിക്കകത്തിരുന്ന് ഇടി മേടിച്ചാൽ സോൺ ഷിഫ്റ്റ് വന്നിട്ട് ആരെയും അവര് ഇപ്പം അവര് സോൺ ഷിഫ്റ്റ് ആവുന്നതിന് മുന്നേ ഓജി കേറുമോ സോണിൽ? കമന്ററി വേ മന്ദാരം വീട്ടിലൊന്നും ഇല്ല ബ്രോ. അവൻ എറണാകുളത്ത് സ്നൈപ്പിന്റെ വണ്ടികൾ എത്തിയിരിക്കുകയാണ്. 3 വണ്ടികളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നോക്കുവാണെങ്കിൽ അവരുടെ ഓൾമോസ്റ്റ് എല്ലാ അവിടെ ഓജി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് ഓജി അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന്. ബട്ട് ഓജി അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഓക്കെ, അവരെ പിറ്റ് ചെയ്ത് അകത്തോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ആരെങ്കിലും ഡൗൺ ആയില്ലല്ലോ. നീലൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ആ വണ്ടിക്ക് ടാഗ് വന്നിട്ടുണ്ട്. ഒരു വണ്ടി ഓക്കെ, അവരുടെ വണ്ടികൾ വീണ്ടും ഡാമേജ് ആയി. അവർ മോസ്റ്റ്ലി ഫോൾ ബാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അടുത്ത സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. സോണ് വീണ്ടും ചെറുതായിട്ടുണ്ട്. ഓജി ഒരു സോൺ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ കണ്ടറിയേണ്ടത് ജുഗ്രുവിന്റെ വണ്ടി അവരവിടെ ലോക്ക്, ഇറ്റാച്ചിയുടെ വണ്ടി അവരവിടെ ലോക്ക് ചെയ്തു, ചരിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇറ്റാച്ചി തിരിച്ചു പൂട്ടി കേട്ടോ. പിന്നെ 4 വണ്ടി ഉണ്ടെങ്കിലും ഒരുത്തം മതിയത്. ഇറ്റാച്ചിയൊക്കെ അവിടെ പറന്നതാ. വിസിബിൾ ആയിട്ടുള്ള അവർ ഒരു വണ്ടി എവിടെ പോയെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. സിമ്പിൾ ആയിട്ട് പോയി പോയിട്ടായിരുന്നത്. ഇവര് വെളിയിൽ കിടന്ന് അടിച്ച് ചാവും. എന്റെ മൈക്ക് വേറെ ബ്രോ, മൈക്ക് വേറെ. ഇനിയും സോൺ എൻട്രി എടുത്തിട്ടില്ല. സോജി അവിടെ സോൺ എൻട്രി എടുക്കാനുള്ള ട്രയലാണെന്ന് തോന്നുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോജിയുടെ 2 വണ്ടികൾ മാത്രം. ചന്ദ്രൻ എന്താ ലൈവിൽ? അത് ചന്ദ്രൻ മലേഷ്യയിൽ പോയേക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സോൺ അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. ജിമ്മേറ്റ്സിന്റെ കൂടെ മലേഷ്യ പോയേക്കും. ഓൾറെഡി ആ ഏരിയകളിലെല്ലാം പൊസിഷൻ എടുത്തിട്ടുണ്ട്. ന്യൂ പി സി അല്ല. ഹലോ റിപ്പയർ ചെയ്ത് അവര് കെട്ടിപ്പിടിച്ച് റിപ്പയർ ചെയ്യണ്. കഴിഞ്ഞ ടർഫിലെ പ്ലീസ് ഇടിക്കല്ലേന്ന് നമ്മളെ പിള്ളേരുടെ അടുത്ത് വണ്ടി ഉണ്ട് പറഞ്ഞു. ഇതെന്താ ഈ അപ്പാപ്പൻ ഇടക്കിടക്ക് സെർവറിൽ ഓരോ പണി ചെയ്യുവോ സെക്കൻഡ് മോണിറ്ററിൽ പിള്ളേർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തോ. ഇപ്പൊ ഒരു സ്വിച്ച് ഞെക്കി ഓഫ് ആക്കി, ഇപ്പൊ സെർവറും ക്രാഷ് ആവും. അവര് ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന സന്തോഷാനും പുള്ളി ഞെക്കി ഓഫ് ചെയ്ത് ഇപ്പൊ സെർവർ ക്രാഷ് ആവും. ഇതിലൊരു ഡോട്ടിന്റെ ആവശ്യം, ഇതിൽ എക്സ്ട്രാ ഒരു കോമ നടക്കണം. ചാൻസ് ആണ് എക്സാൻഡിസിൽ ഗ്യാങ് ആവാൻ. മനസ്സിലായോ? നിങ്ങൾക്ക് ആക്ടിവിറ്റി കാണിക്കാൻ പറ്റും, നിങ്ങൾക്ക് ആക്റ്റീവ് ആവാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാൻഡിസിൽ ഗ്യാങ് ആവാം. നമ്മള് ഗ്യാങ് സ്ലോട്ടിനോ ഗ്യാങ് ആപ്ലിക്കേഷനോ ഒന്നും ആരുടെ കയ്യിൽ നിന്നും പൈസയോ കാര്യങ്ങളോ ഒന്നും വാങ്ങാറില്ല. ഫ്രീ ആപ്ലിക്കേഷൻ ആണ്, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. മാത്രം കാണിച്ചാൽ മതി. ആക്ടിവിറ്റി കാണിക്കുന്നവർക്ക് ഇവിടെ ഗ്യാങ് ആയിട്ട് കളിക്കാം. പിന്നെ അത് പൈസ കൊടുത്ത് മേടിക്കാനും പറ്റൂല. അങ്ങനെ ഒരു കാര്യം ഉണ്ട്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ സെർവർ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഗ്യാങ്ങിന് ഇവിടെ ആക്ടിവിറ്റി കാണിച്ച് ഗ്യാങ് സ്ലോട്ട് എടുക്കാൻ പറ്റാത്ത പക്ഷം അത് ഒരിക്കലും സെർവറിന്റെ പ്രശ്നമല്ല. ഇത് ടർഫാണെന്ന് തോന്നുന്നു. കാണാൻ സാധിച്ചു. എന്റെ നെറ്റ് വീണ്ടും പോയെന്ന് തോന്നുന്നു. ലൈവ് എത്തിയോടാ? നടക്കുന്ന ഒരു വണ്ടി മാത്രമാണ് ഏരിയയിലുള്ളത്. ബാക്കിയുള്ള ഓജിയുടെ വണ്ടികൾ ലൈവ് കത്തിയോ? ഇല്ലല്ലോ, കത്തിയിട്ടില്ലല്ലോ.
കത്തിട്ട് വന്നു Okay, buffer ഇവിടെ ആയിട്ട് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ by foot ഇറങ്ങിയിട്ടുണ്ട്. ഓജിയുടെ players എല്ലാം by foot. Yes, അങ്ങനെ ഓജിയുടെ ഒരു അഗ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഓജി ഇറങ്ങി, ഓജിയുടെ players എല്ലാം by ഓജി foot ഈ ഒരു ഏരിയയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ സ്പ്രേ വരുന്നുണ്ട് അവർക്ക്. ഓ ഏബില് ഫസ്റ്റ് പിക്ക് എടുത്ത് ഒരു വണ്ടി പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയിലുള്ള ആൾക്കാർ ഡൗൺ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓജി പുത്തമ്പേട്ടിൽ ഡൗൺ ആയിരിക്കുകയാണ്. ക്രിസ്റ്റി കൈമുക്കിയ ജൂഡ് എടുത്ത് വിക്ക്, ലെഗ്സ് എടുത്ത് വിക്ക്, ജൂഡ് എടുത്ത് വിക്ക്. ആ ജൂഡ് പറഞ്ഞത് തന്നെ ഒരു വിക്ക് തന്നെ. ഇവിടെ വാറുണ്ണി ഓജിയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇവിടെ ഓജി മുഫാസ ഒറ്റയ്ക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് വഴിവിട്ട് ഇതെന്താടാ? ഹലോ സൗണ്ട് ഉണ്ട്. ലൈവ് പോയോ? തിരിച്ചു അളിയ അത് നിന്റെ ബ്രാവോടെ ലൈവ് ബഫർ ആവുന്നതാണ്. നീ അവര് തിരിച്ചു പോയൊരു കാര്യം. പക്ഷേ അവിടെ ഒരു പിക്ക് എടുത്തിട്ടാണ് ബ്രാവോടെ ലൈവ് ഇരിക്കുന്നത്. കളി കഴിഞ്ഞോ? ഇല്ല ലൈവ് പോണതല്ല ബ്രാവോടെ ഇത് വാറുണ്ണി എല്ലാവർക്കും നല്ല രീതിയിൽ വെടി വരുന്നുണ്ട്. അവര് റൊട്ടേറ്റ് ചെയ്ത് കുട്ടിദാസിനെ നീൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടിദാസ് നീൽ ഫൈറ്റ് ജയിച്ചിരിക്കുന്നു. ജുഗ്രു ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെന്താടാ ഇത്? കേറിയ ഉടനെ നിര്യാതനായിരിക്കുന്നു. ഇനി രണ്ടുപേരുടെ ഇവിടെ നിക്കു ജോയ്സൺ അല്ല അവൻ വീഡിയോമാണെങ്കിൽ ഇപ്പോ എന്തായാലും റീവാർ വാറുണ്ണിയെ വിളിച്ചോണ്ട് വരുന്നത് നീലൻ. വാറുണ്ണി ഇതാരാ? ഹലോ അങ്ങനെ മണി ടർഫ് ഇങ്ങനെ മണി ടർഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്ലോലെസ് നീ ഓട്ടോ ആക്കി ഇടുന്നോണ്ടാണ് ഇതിങ്ങനെ ബഫർ ആവുന്നത്. ഒരു കിക്ക് കുറെ നാളായിട്ട് ഉണ്ടാവും അറിയത്തില്ല. ജി വെൽ പ്ലേഡ്. ജി ആരുമില്ലല്ലോ. അങ്ങനെ ബാക്കിയെന്നോ ഫ്ലോലെസ് അല്ലേ? ഒരാൾ പോയോ? ഒരാൾ ഡൗൺ. ആര് ഡൗൺ? നമ്മുടെ അടിക്കണേ നമ്മുടെ രണ്ടുപേര് ഡൗണോ? ഇല്ലല്ലോ, വൺ ഡൗൺ ആണെന്ന് തോന്നുന്നു. ഫ്ലോലെസ് അങ്ങനെ ആരാ മരിച്ചേ? റെഡിയാന്നോ അവര്? അതൊക്കെ ഞാനല്ലേ അപ്പഴേ ലോകം എടുത്തിട്ട് പറഞ്ഞു. ആരാടാ വില്ലുമോനെ മരിച്ചേ? ഇനി അടുത്ത അതാ ഫ്ലോലെസാ. സാവേജ് മരിച്ചോ? സാവേജ് മരിച്ചെന്ന് പറഞ്ഞു ഇവിടെ എല്ലാരും. സജീവ് സജീവൻ അതാ ടിവിയിൽ അങ്ങനെ അതല്ല ഇവർക്ക് പ്ലാൻ ഉണ്ടോ? സാവേജ് ഡൗൺ ആയോ? എനിക്ക് സൗദി അറേബ്യ സൗദി അറേബ്യയിലുള്ള ഞാൻ പറഞ്ഞുതരാം. സൗദി അറേബ്യയിലുള്ള നമ്മുടെ TV ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പുള്ളിക്ക് നമ്മളെ കണ്ണെടുത്ത കണ്ടുകൂടാ. സൗദി അറേബ്യയിലുള്ള ഒരു ആള് ഹായ് ബ്രോ ആരാ ഇത് എന്ന് റിപ്ലൈ കൊടുത്തു. ഹലോ ബ്രോ, എന്താ ബ്രോ എന്റെ നമ്പർ ഗ്രൂപ്പിൽ ഇട്ടാൽ എന്നെ പിടിക്കാൻ പറ്റുമെന്നാണോ? പറ ബ്രോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഐ ആം ഓഫറിംഗ് യു 50K. എന്തിന്? ഫോർ TVA മെമ്പേഴ്സ്, ഡ്രക്കേഴ്സ് ഓർ വുമൺ കേസ്. ഐ നീഡ് പ്രൂഫ് ബ്രോ. യു തിങ്ക് ഐ എം സ്റ്റുപ്പിഡ്? അതൊക്കെ തരാം, ഈ അഡ്വാൻസ് കൊടുന്ന്. പ്രൂഫ് ദെൻ വൺ സെറ്റിൽമെന്റ്. ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. എടാ സൗദി അറേബ്യയിലൊക്കെ കിടന്ന് നീ ഉണ്ടാക്കുന്ന കാശൊക്കെ ഈ 50,000 രൂപയൊക്കെ എടാ നിനക്കൊന്നും നാണമില്ലടാ. നീ ഏതോ ഒരുത്തൻ ചോക്കി മോഡറേറ്റർ പയ്യന്മാർക്ക് വന്നിട്ട് TVയുടെ പെണ്ണേഴ്സിന്റെ പ്രൂഫ് വേണോന്ന് അവന്. കഷ്ടം തന്നെ. ഇവനക്ക് എന്തിനു ജീവിക്കണം ഇങ്ങനെ? ഞാൻ ആലോചിക്കണ ചോക്കി. ഇവനൊക്കെ ആർക്ക് വേണ്ടിട്ട് ഇങ്ങനെ ജീവിക്കണം? 50,000 രൂപ തരാ കൊടുക്കാന്ന്. എനിക്ക് ടിക്കറ്റ് പൈസ ഇല്ലാത്ത പെണ്ണേഴ്സ് ഉണ്ടാക്കാൻ നിന്റെയൊക്കെ ജീവിതം ഉണ്ടല്ലോടാ. നിന്റെയൊക്കെ ജീവിതമാണ് ഭയങ്കര. ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ. എടാ ഇവന്റെ ഇതെടുത്തങ്ങ് കാണിച്ചാലോ? നമ്പർ എടുത്തങ്ങ് കാണിച്ചാലോ? പിന്നെ കാണിച്ചു.
അതൊക്കെ അത് ഫേക്ക് ആണെങ്കിലും നമ്പർ ഒന്നും അല്ല, ഇത് സൗദി അറേബ്യൻ നമ്പറാ. ഇത് +966 ഇത് സൗദി അറേബ്യൻ നമ്പറാ. അതല്ലാന്ന് അവന്റെ മറ്റേ സെക്കൻഡറി നമ്പർ ഞാൻ ഇവനെ ലൈവിൽ ഒന്ന് വിളിക്കട്ടെ. ഒരു മിനിറ്റ്. നീ എന്താ നീ പെണ്ണേഴ്സ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ പേടിപ്പിക്കണം. ആരെയാ പേടിപ്പിക്കണം? നിനക്ക് ആ പേടിയുള്ളവന്മാരൊക്കെ ഉണ്ടാവും. എൻ്റെ അടുത്ത് ഇറക്കരുത്. ഒരു മിനിറ്റ്. ഞാൻ ഒന്ന് വിളിക്കട്ടെ കൈസ് ഇവനെ ലൈവില്. ഇല്ല വെയിറ്റ്. ഞാൻ ഈ നമ്പർ ആദ്യം ഒന്ന് ഈ നമ്പർ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തടാ. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാ ഗ്രൂപ്പിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാ. ഒന്ന് നമ്പർ പെട്ടെന്ന് ഒന്ന് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ടെ. ചില്ലറ. ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ്. ഇവ ഇവിടെ കണ്ടോണ്ടിരിക്കുവായിരിക്കും മിക്കവാറും. സിം ഊരി ഓടിയിട്ടുണ്ടാവേ. നീ നമ്പർ മാറ്റിക്കോടാ. മാറ്റിക്കോ. നിക്ക് ചെക്കിംഗ് ഫോൺ നമ്പർ. അങ്ങനെ ഒരു നമ്പർ ഇല്ലെന്നാണ് കാണിക്കുന്നത്. ഇവൻ തന്നെ, ആളിവൻ തന്നെ. SRK എന്നുള്ള പേര്. സൗദി പോയായിരുന്നല്ലേ? നീലന്റെ ഒരു സാധനം ഉണ്ട്. 50,000 ആണെങ്കിൽ ഞാൻ തരാം. സൗദി അറേബ്യയിലെ വാട്സപ്പ് കോൾ ഇതാണോ? ദുബൈയിൽ മാത്രമേ ഉള്ളൂ. VPN ഇല്ലാതെ കണക്ട് ആവൂല. അതാ റിങ്ങിങ്. എന്താ ഒന്നുകൂടെ റിങ്ങിങ്. ഒരു ഫെഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ കോൾ എടുത്തേ. ബോട്ടിമി വിളിയാണോ? നമുക്കില്ലല്ലോ. ഞാൻ ബോട്ട് വെച്ചിരിക്കല്ലേ. ഇല്ലടാ അവൻ എന്നെ ബ്ലോക്ക് ചെയ്തടാ. ഞാൻ വിളിക്കാം. നമ്പർ റിവീൽ ചെയ്യണ്ട.